ഹേയ് ഹലോ, ഇന്ന് ഗ്രാജുവേഷൻ ഡേ. നമുക്ക് ഇൻട്രോ കേൾക്കാം. ചാനൽ കോട്ട് കോക്കനട്ട്. ഇന്ന് എന്ത് ഡേ ആണെന്നറിയോ? ഞങ്ങളുടെ ഡേ, കുട്ടികളുടെ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ കോൺവെക്കേഷൻ ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങള് ആ വീഡിയോ എന്റെ സ്കൂളിൽ പോയിട്ട് അമ്മ ഓഡിറ്റോറിയത്തിലുണ്ടാവും. അമ്മ കുറച്ചു നേരം ഈ മൈക്ക് വെച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ സ്കൂളിലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഡിറ്റോറിയത്തില് തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു മുമ്പ് വെയിറ്റ് ചെയ്യണം. ആര്യക്കുട്ടിക്ക് പുട്ടും പാലും പഞ്ചസാരയും കൊടുത്തു. ഞാൻ പുട്ടും കടലക്കറിയും കഴിച്ച് എല്ലാം കഴിഞ്ഞ് റെഡിയായി പോയി. ഇന്നത്തെ ലുക്ക് എൻ്റെ ഇതാണ് കേട്ടോ. ഒരു ഗ്രീൻ ടോപ്സും അതിൻ്റെ കൂടെ ഈ കമ്മലുണ്ട്. എൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി നമ്മുടെ കുട്ടീൻ്റെ ഗ്രാജുവേഷനിലേക്ക്. ആൾ കണ്ടു ഭയങ്കര റിലാക്സ് ആണ്. പക്ഷെ ടെൻഷനൊക്കെ എനിക്ക് കേട്ടോ. എന്തിനാ ടെൻഷൻ ചോദിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇത് ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള ഗ്രാജുവേഷൻ അല്ലേ, എന്താണെന്ന് അറിയാം, ഭയങ്കര ഒരു പ്രൗഡ് ഫീലും അങ്ങനെയൊക്കെ ആയിരുന്നു. മുഖത്തൊക്കെ തെളിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോഴത്തേക്കും അവിടെ ആരുമില്ല. പാരൻസ് ഇല്ല, വണ്ടിയില്ല, ബസ്സില്ല, ടീച്ചേഴ്സില്ല, കുട്ടികളില്ല. ഈവൻ എന്താ പറയുക, നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് പോലും ഇല്ല. അപ്പോൾ അവിടെ ഒരു മിസ്സിനെ കണ്ടപ്പോൾ മിസ്സ് പറഞ്ഞു ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയാണ് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ കുറച്ച് പേരേ വന്നിട്ടുണ്ടായുള്ളൂ. നമ്മളങ്ങ് പതിയെ നടന്ന് അങ്ങോട്ട് കയറി. ഇപ്പോഴത്തേക്ക് എന്തോ ഒച്ചയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി. സ്കൂളിൽ അതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കുട്ടികളുടെ ആരുടെ ടീച്ചേഴ്സും ഈ ഫംഗ്ഷനും പിന്നെ എന്താ ചെയ്യണമെന്നൊക്കെ ചെറിയ ഡിസ്കഷൻ ഉണ്ടാവേ. അതിൽ നമ്മളങ്ങ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെലിബ്രേഷനും ഒക്കെ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക. കുട്ടികളുടെ പേര്, അവർക്കും കുട്ടികൾക്കും പാരൻസിനും ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരിക, അതൊക്കെയാണ് എന്നുവെച്ചാൽ അവരുടെ സ്കൂൾ ആർക്കിടെക്റ്റ് ചെയ്യുന്നു. ഞാനും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡിയ ഒക്കെ ഒന്ന് കൊടുത്ത്. പക്ഷേ ഇത് എക്സിക്യൂട്ടായി വന്നപ്പോഴത്തേക്കും പൊള്ളിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് ആരുവിൻ്റെ സെക്ഷൻ്റെ ആണ്. ഇത് ആരുവിൻ്റെ ഫേവറേറ്റ് ഉള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ. ഞാൻ അങ്ങനെ നിൽക്ക്, പിടിച്ചു നിൽക്ക് ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ തീരുമാനിച്ച പോലെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അതിൽ ഇത് അലിക്ക് കുട്ടി, ഇത് ഡാനിയൽ ജിഞ്ചു, ഇത് ആരഫ് മഹിരാജ്. ആരു എവിടെയാ? ഇത് ഈ ഗ്രാജുവേഷൻ സെറമണിയുടെ ഫോട്ടോ കോർണർ കേട്ടോ. നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഞങ്ങളിത് നടക്കുന്നു. ആര്യക്കുട്ടീൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഈ ഫംഗ്ഷൻ നടക്കുന്നത് 4th March ആണ്, എന്നുവെച്ചാൽ ഇന്നലെ. ഹലോ സുന്ദരി. ആ സുന്ദരി ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മോളാട്ടോ. പേഴ്സണലി അറിയാം. ഇത് ആരുവിൻ്റെ സിന്ധു മിസ്സിനെ കേട്ടോ ആദ്യമായിട്ട് ഈ ഫംഗ്ഷനിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ദൂരത്ത് നിന്ന് കാണുന്നതാണ് നമ്മുടെ ഷിനി മിസ്. പിന്നെ ഈ കുട്ടികളെ നടക്കുന്നതാണ് നമ്മുടെ ആര്യക്കുട്ടീൻ്റെ ക്ലാസ് ടീച്ചർ മഞ്ജു മിസ്. ആളെല്ലാവർക്കും മറ്റേ കോട്ടും ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കാനുള്ള തിരക്കിലാട്ടോ. ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യുക അല്ലേ, എന്തായാലും അങ്ങ് ദൂരെ നിൽക്കുന്നതാണ് ഈ കുട്ടികളുടെയും പാരൻസിൻ്റെയൊക്കെ പ്രിയപ്പെട്ട ബെന്നി അച്ഛനും ബാക്കി ടീച്ചേഴ്സും SKGയിലുള്ള കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നതെന്ന് ബസീദ സ്കൂളിൻ്റെ ആർട്ട് ടീച്ചറിൻ്റെ കലാവിരുദ്ധ. All the places you'll go today is your day. Your mountain is waiting. So get on your way. ഇത് SKGA കുട്ടികളുടെ പേരാണുള്ളത്. അതുപോലെ SKGBൻ്റെ ഈ ട്രീയിലും ബ്രാഞ്ചസിലും ഇതിലൊക്കെ കുട്ടികളുടെ പേര്.
അടുത്തത് ബെസീദ പബ്ലിക് സ്കൂൾ സെക്ഷൻ സി. ഇതിൽ ദിസ് ഇസ് നൈസ്. സ്കൂളിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് തോന്നുന്നു. ഫെലിക്സ് ആരോഹമേ. പിന്നെ അതുപോലെ എല്ലാ കുട്ടികളുടെയും പേരൊക്കെ വന്ന് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എന്താന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും ഫിംഗർ പ്രിന്റ് ആണ്, പ്ലസ് ടീച്ചേഴ്സ്മാരുടെയൊക്കെ. ആ ഫിംഗർ പ്രിന്റിൽ ഈ പറയുന്ന ആർട്ട് ടീച്ചർ ഇവിടെ എല്ലാ കുട്ടികളുടെയും ഫോട്ടോസ് ഒക്കെ വെച്ച് ഒരു പീകോക്കിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൊലാജ് എല്ലാ കുട്ടികളും 3 സെക്ഷൻ്റെയും കുട്ടികളിലൊക്കെ ആയിട്ട് കൊലാജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാത്തിലും ഉണ്ടല്ലോ ആർട്ട് സാറിൻ്റെ ആണ് കേട്ടോ നല്ലൊരു ഹാർട്ട്സ് ഓഫ് കൊടുക്കേണ്ടത്. എനിക്ക് സാറിൻ്റെ പേരറിയില്ല. ഈ എലിമെൻറ്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഈ പോസ്റ്റേഴ്സും ഈ കുട്ടികളുടെ പേരും ഫിംഗർ പ്രിൻറ്റ്സും ഒക്കെ പേരൊക്കെ വെച്ചിട്ടുള്ള ചെയ്തേക്കുന്നതിൽ പാരൻസിനും കുട്ടികൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അവരവരുടെ കുട്ടികളുടെ ഫോട്ടോസ് കണ്ടുപിടിക്കൽ, പേര് കണ്ടുപിടിക്കൽ, ഫിംഗർ പ്രിൻറ്റ് കണ്ടുപിടിക്കലൊക്കെ നല്ല പൊള്ളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ സെക്ഷൻ്റെയും കുട്ടികളുള്ളതുകൊണ്ട് ഇതിൽ നിന്ന് തപ്പിയെടുക്കാൻ നമുക്ക് ആരോഹനെ തപ്പിയെടുക്കാം. നോക്കിയിട്ട് വന്നപ്പോൾ ഈ ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് തോന്നുന്നത് സി സെക്ഷൻ്റെ കുട്ടികളിനെയൊക്കെ വെച്ചേക്കണേ. അപ്പോൾ എല്ലാവരെയും നോക്കി കഴിഞ്ഞ് കാണുമ്പോൾ ഒരു റെഡ് കളർ അതേ ഇരിക്കണം. കണ്ടോ, ഇതാണ് നമ്മുടെ ആരോഹ. ഇത് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആണ് പാരൻസിനും കുട്ടികൾക്കൊക്കെ ആയിട്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ അകത്തോട്ട് പോവാട്ടോ. ഹമാര ഓഡിറ്റോറിയം, ഇതാണ് നമ്മൾ അകത്ത് കയറി എല്ലാ ഫ്രണ്ട്സും ഇരിക്കാൻ. ഞാനിനി പിടിക്കാനായിട്ടുള്ളത് ലൊക്കേഷൻ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. തോന്നുന്നു SKGന്റെ കുട്ടികളുടെ പാരൻസ് ഒക്കെ ആയിരിക്കും, കാരണം അവർ ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ റോള് തന്നെ ഒന്ന് സീറ്റൊക്കെ എടുത്ത് സെറ്റൊക്കെ ആക്കി. അങ്ങനെ എല്ലാ കുട്ടികളുടെയും നോക്കാൻ പോയത് ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ജൂനിയർ ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. ഇത് SKGന്റെ ആണ്. SKG ഉണ്ട്, പ്രീ സ്കൂളുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ പലരും അറിയുന്ന കുട്ടികളും ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇവരുടെ വേഷമൊക്കെ. അതുപോലെ അവിടെ ഇരിക്കുന്ന ആ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ VIPs, ഇന്നത്തെ VIPs എന്ന് വെച്ചാൽ ഞങ്ങളുടെ താരങ്ങൾ, ഗ്രാജുവേഷൻ സെറമണീൻ്റെ VIPs. നമ്മുടെ പ്രിയാമിസ് ഇവിടെ ഭയങ്കര ബിസിയായിട്ട്. ഗുഡ് മോർണിംഗ്. മിസ് അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് നമ്മുടെ ജിൽമിസ് കിൻഡർ ഗാർഡൻ്റെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ കേട്ടോ. ഈ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ VIPsന് വേണ്ടിയും. അവിടെ ആ കാണുന്ന TV-യിലുണ്ടല്ലോ ഈ വർഷത്തെ എന്ന് വെച്ചാൽ 2024 to 2025 ബാച്ചിൻ്റെ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിൻ്റെ ഓരോ ഫംഗ്ഷനിലെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. പിന്നെ അവിടെ ടേബിളിൽ ഇരിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന മൊമെൻറ്റോ ആണ്. ഈ കുട്ടികൾ അനൗൺസ്മെൻറ്റിന് വേണ്ടി SKG സെക്ഷനിൽ അനൗൺസ്മെൻറ്റിന് വേണ്ടിയായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. അത് കാത്തു നോക്കി നിന്നപ്പോഴത്തേക്കും നമ്മുടെ താരങ്ങളെത്തി ക്യൂവിൽ നിൽക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവരെല്ലാം കൊണ്ട് നയിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ജിൽ മിസ്സും ഷിനി മിസ്സും പിന്നെ ബ്ലൂ കളർ സാരിയിലുള്ള മിസ്സിൻ്റെ പേര് അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അന്ന്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പാരൻസ് എത്തിയായിരുന്നു കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് ഈ സമയത്ത് തുടങ്ങുന്ന മുമ്പേ തന്നെ എത്തിയ പാരൻസ്. ഇത് നമ്മുടെ മഞ്ജു മിസ്സും നമ്മുടെ A സെക്ഷനും B സെക്ഷനും C സെക്ഷൻ്റെ കുട്ടികളും. അവിടെ ഒരു ഹായ് കണ്ടോ, അതാണ് ആരോഹ. ആർക്കൊരു മൈൻഡില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുമ്പോഴത്തേക്ക് ഹായ് ആൻറ്റി, ഹായ് ആരോഹയുടെ മമ്മി അല്ലേ എന്ന് ഒരാൾ കണ്ടോ തിരിഞ്ഞ് നിന്ന് ടാറ്റയൊക്കെ കാണിക്കുന്നത് ഭയങ്കര ജാടയാണ്. എല്ലാവർക്കും തന്നെ കോട്ടൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന ജാടയായിരിക്കും. ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ സെറമണിയായിട്ട് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ കോളേജിലുള്ള ഗ്രാജുവേഷൻ ഇവർക്ക് ഇപ്പോഴേ ഉണ്ട്. ഞാൻ നൊസ്റ്റു അടിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരാൾ അമ്മേ യൂട്യൂബിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ആളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയട്ടെ യൂട്യൂബിന് വേണ്ടിയാട്ടോ എന്ന് വെച്ചാൽ അതൊക്കെ ആൾക്കൊരു പ്രൗഡാണെന്ന് ഫീൽ ആവണം എനിക്ക്. അത് ഞാൻ കേൾക്കുമ്പോഴും അറിയുമ്പോഴും എനിക്കൊരു പ്രൗഡും ഹാപ്പിനെസ്സും. അങ്ങനെ അവരുടെയൊക്കെ ഒതുക്കിയെന്ന് നിർത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫാദർ എത്തി.
പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ ദീപം കത്തിച്ചിട്ട് ഫാദർ ആട്ടോ ചെയ്യണേ. ഫാദർ വന്നു, പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് കുറച്ച് സംസാരമൊക്കെ സംസാരിച്ച് പിന്നെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി ചെന്നു. ഇപ്പോൾ കുട്ടികളുടെ പ്രേയറൊക്കെ ഉണ്ടാവും. പ്രേയർ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഡിസ്പേഴ്സ് ഒക്കെ ചെയ്ത് എല്ലാ കുട്ടികളുടെ അവരവരുടെ സീറ്റിംഗ് ഏരിയയിലൊക്കെ കൊണ്ടുപോയി ഇരുത്തണമല്ലോ, ഒന്ന് അടുക്കി ഒതുക്കി ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ ഭയങ്കര കച്ചകച്ചയായിരിക്കില്ലേ. അപ്പോൾ അതിനുള്ള കലാപരിപാടികൾ തുടങ്ങി ടീച്ചേഴ്സ്മാരും ബാക്കിയുള്ള സ്റ്റാഫ്സൊക്കെ ആയിട്ട്. അപ്പോൾ ദൂരെ അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ എ സെക്ഷനും സി സെക്ഷനും. അതിൽ പുറകിലും നമ്മുടെ ആരുകുട്ടിയും ഇരിപ്പുണ്ടാവും. അങ്ങനെ പ്രസ്സിൽ നിന്നുമൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ വരാനായിരിക്കും. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ഒരു പ്രേയറിലായിരുന്നു തുടങ്ങിയത്. അടുത്തത് ഒരു ഡാൻസൊക്കെ, എസ്കിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇനി കാണുന്ന ഒരു ഡാൻസ് വീഡിയോയിലും എനിക്ക് വോയിസ് ഉണ്ടാവില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മൈക്ക് കുത്തിയിരുന്നുകൊണ്ട് എൻ്റെ ഒ ടി കണക്ഷൻ ഓൺ ആയിരുന്നു, അതുകൊണ്ട് റെക്കോർഡായില്ല, വിഷ്വൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ആരോഹയുടെ ബെസ്റ്റ് ഫ്രണ്ട് അലീക്ക. ആള് നല്ല ഒരു ഡാൻസർ ആട്ടോ. അലീക്കയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് അടുത്തത് ഞാൻ കുട്ടികളിരിക്കുന്ന ഈ ഭാഗത്തോട്ട് തന്നെ വന്നു കേട്ടോ. അവിടെ മഞ്ജു മിസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി നല്ല ഉച്ച സമയമായിരുന്നുകൊണ്ടും നല്ല വെയിലായിരുന്നുകൊണ്ടും കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണിച്ച്, ഈ കോട്ടൊക്കെ കുറച്ച് ചൂട് കൊടുക്കുന്ന മെറ്റീരിയലാണെന്ന് തോന്നുന്നു. എല്ലാവരും ആകെ ഒന്ന് തളർന്നൊക്കെ ഇരിക്കായിരുന്നു. എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല, കാരണം അവർക്കറിയാം ഈ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇവരുടെ സ്റ്റേജിൽ കയറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും ചൂടൊക്കെ അടിച്ചത് ഇരിക്കുന്നുണ്ടോ മാഡം, മടുത്തു, പോണം, എനിക്ക് വിശക്കണോ, എനിക്ക് വെള്ളം വേണം, ജ്യൂസ് വേണം എന്നൊക്കെയായിട്ട് ആവശ്യങ്ങൾ. അവസാനം പിന്നെ ഞാൻ എൻ്റെ മൈക്ക് കൊടുത്ത ആള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെ കിട്ടുമെന്ന് ഓർത്തിട്ട് കൊടുത്തതാണ്. ഈ വ്യൂ കാണാൻ നല്ല ഭംഗിയില്ലേ. കുട്ടികൾ ഗ്രാജുവേഷൻ ഇരിക്കണു, അവിടെ ടീച്ചർ ഇരിക്കണു, അതിൻ്റെ അങ്ങ് ദൂരെ അത്രയും ജനങ്ങൾ. അത് വേറെ ആരുമല്ല, നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട പാരൻസും അമ്മമ്മമാരും അപ്പൂപ്പന്മാരും അങ്ങനെയൊക്കെ. നല്ലൊരു ഫീലായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ അവിടെ ഇരിക്കുന്ന അത്രയും പാരൻസ് ഉണ്ടല്ലോ, അവരുടെ സമയത്തിലുള്ള കോളേജും സ്കൂളിലൊക്കെ ഇങ്ങനെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ PG ഒക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണല്ലോ ഗ്രാജുവേഷൻ സെറമണീസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കിൻഡർ ഗാർഡൻ പാസ് ഔട്ട് ആവാൻ പോകുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഫാദറിന്റെ ടോക്ക് കഴിഞ്ഞിട്ട് ഈ മോൻ ട്രെയിനെ പറ്റി എന്തുവാ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തതൊരു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വിഷ്വൽ മാത്രമേ ഉള്ളൂ, വോയിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാ കുട്ടികളുടെയും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എ സെക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് കാണിക്കാം കേട്ടോ. എല്ലാ അലമ്പായി ഉടുപ്പൊക്കെ പൊക്കിയിരുന്ന് ഇതാണ് അവസ്ഥ. Nivek Monish, he is a very active. He is ready to support others. He wants to become athletic. Wish you all the best. ഇതൊക്കെ എപ്പോൾ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കോഹരി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആള് ശരിക്കും ഒരു എക്സ്പ്രഷൻ ക്യൂണാണ്. എന്തൊക്കെ വികാരങ്ങളാണ് മുഖത്ത്, വികാരമല്ല എക്സ്പ്രഷൻസ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രൗഡ് മൂമെന്റ് ആട്ടോ. നല്ല ഭംഗിയില്ലേ എല്ലാവരെയും കാണാൻ. നല്ല നീല കോട്ടും അവരുടെ യൂണിഫോമിൻ്റെ ആ റെഡും കൂടി വന്നിട്ട് അതിന് മേൽ കൂടെ ക്യാപ്പും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ C സെക്ഷൻ്റെ കുട്ടികളാട്ടോ, അല്ല A സെക്ഷൻ്റെ കുട്ടികളാണ്. നമ്മുടെ പ്രിയ മിസ്സിൻ്റെ ക്ലാസ്. അവിടെ ഇതേ റെഡ് സാരിയിൽ നിൽക്കുന്നതാണ് ഒരു സുന്ദരി പ്രിയ മിസ്സേ സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ. ഇത് നമ്മുടെ പാത്തുക്കുട്ടി ആട്ടോ, ആര്യൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ സെക്ഷൻ മാറിയോണ്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല. നമ്മൾ ബോഡിയിൽ മാത്രം ഇങ്ങനെ
സംസാരിക്കും. ഇത് ഹിന. അപ്പോൾ ഞാൻ ഒരുപാട് കുറച്ച് കുട്ടികളുടെ മാത്രമേ കട്ട് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. ഈ ഫുൾ പ്രോഗ്രാമിൽ എനിക്ക് എല്ലാവരുടെയും ഇതിലൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഈ ക്യാപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് യൂസ് ചെയ്തിട്ട് എല്ലാം കൂടി ലൂസായി. എല്ലാവരുടെയും തലേൻ്റെ സൈസും ഹെയറിൻ്റെ സ്റ്റൈലൊക്കെ വേറെയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ സൈഡിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ സെക്ഷൻ്റെ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ചെറിയ ഇമ്മിണി വലിയ ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര എന്താ പറയുക, എന്താ എനിക്ക് പറയാൻ അറിയില്ല, നല്ലൊരു ഫീലായിരുന്നു കാണാനായിട്ട്. ഓരോരുത്തരും അവിടെ കയറി നിന്നിട്ട് അവരവരുടെ പാരൻസിനൊക്കെ നോക്കി നിൽക്കുന്ന കാഴ്ചയായിട്ടായി കാണുന്നത്. അവിടെ നിൽക്കുന്നത് അലീക്ക കുട്ടിയുടെ അമ്മയാണ്. അലീക്ക ആരുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് നമ്മുടെ സി സെക്ഷൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു പീച്ച് കളർ സാരി എടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ മഞ്ജു മിസ്, ആര്യക്കുട്ടീൻ്റെ ക്ലാസ് ടീച്ചർ. പിന്നെ ഒരു ഗ്രീൻ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ബസീദ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളും. പിന്നെ ഈ അച്ഛനാണ് ഈ ഇമ്മിണി കുട്ടികൾസിൻ്റെ പ്രിയപ്പെട്ട ബെന്നി അച്ഛൻ. ഞാൻ ബോയ്സിനൊക്കെ കഴിഞ്ഞ് ഇത് ലേവീസ് ആരോഹ അലീക്കേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സും ഭയങ്കര കമ്പനിയുള്ള ആൾക്കാരും ആരോഹ പേര് പറഞ്ഞ് ഇവരുടെയൊക്കെ ഇടണോട്ടോ അമ്മ എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടേക്കണേ. ബാക്കി കുട്ടികളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ വോയിസ് ഇല്ലാണ്ടുള്ളത് എൻ്റെ കയ്യിൽ വിഷ്വൽ മാത്രമായിട്ടുള്ളത് ഉണ്ട്. ഇത് ബോയ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് അടുത്തത് ഗേൾസിൻ്റെ തുടങ്ങി. ഇത് നമ്മുടെ അലിക്കി കുട്ടിയാട്ടോ, നമ്മുടെ ഡാൻസർ കുട്ടിയെ. അപ്പോൾ പുറകിൽ ടീച്ചർമാർ അനൗൺസ്മെൻറ്റ് പറയുന്നുണ്ട്, നല്ലൊരു ഡാൻസറാണ്, നല്ല സ്മാർട്ടാണ്, പഠിക്കാൻ മിടുക്കിയാണ്, അപ്പോൾ ഭാവിയിൽ നല്ലൊരു ഡാൻസറായി വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളുടെ അടുത്ത് ആക്ച്വലി മുൻകൂറായിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വലുതായിട്ട് എന്താ ആവേണ്ടതെന്ന്. ഇത് ആരോഹക്കുട്ടി. ഇത് ഇങ്ങനെ കാണാൻ വേണ്ടി ഞാനും ഏട്ടനും അവിടെ നിന്ന് ആകാംക്ഷയോടെ ഫുൾ എക്സൈറ്റ്മെൻറ്റോടെ നിൽക്കുമായിരുന്നു. വീഡിയോ എടുക്കുന്ന ഞാൻ ഇത് കണ്ടിട്ട് അങ്ങ് മതി നിന്ന് പോയി. പിന്നെ ഈ ക്യാപ്പ് വീഴുന്ന കണ്ടോ, ഇത് എല്ലാ കുട്ടികളിലും ഉള്ള പ്രശ്നമായിരുന്നു കേട്ടോ. ക്യാപ്പ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊഴിച്ച് ബാക്കിയൊക്കെ നല്ല ഒരു എന്താ പറയുക, കാണാൻ നല്ല കണ്ണിന് കുളിർമുള്ള കാഴ്ചകളായിരുന്നു. ഇത് അവനിയും അരുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവിടെയും ക്യാപ്പിൻ്റെ പ്രശ്നമുണ്ട്. അടുത്തത് ഇങ്ങനെ ഓരോരുത്തരും വരുമ്പോഴും സീരിയസ് ആയിട്ടും ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല, ഈ ഓരോ സെക്ഷൻ്റെ കുട്ടികൾ ഈ മൊമെൻറ്റോ മേടിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അവസാനം വരുമ്പോഴത്തേക്കും കാണിക്കാം കേട്ടോ, ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും കാണിക്കാം. ആ ഫുൾ സ്റ്റേജ് എന്ന് പറയുന്ന അത്രയും കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ 2 വർഷം എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് പഠിച്ച് എൻജോയ് ചെയ്ത് പോകും. ഇവർക്ക് ഇനി അടുത്ത ക്ലാസ്സിലോട്ട് 1ാം ക്ലാസ്സിലോട്ടൊക്കെ പോകുന്ന സമയത്തും ഇവർക്ക് തമ്മിൽ ഇനി കാണുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ സ്കൂൾ മാറി ക്ലാസ് മാറി സെക്ഷൻ മാറിയൊക്കെ പോവാലോ. അങ്ങനെയുള്ളവർ കാണുമ്പോൾ ഈ പരിചയം കാണിക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ ഈ സമയത്ത് എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് എന്നാണ് എല്ലാവരും തന്നെ പറയാം. ഇത് ശിവതയും ആരുവിൻ്റെ ഒരു കൂട്ടുകാരിയാണ്. നമ്മൾ ഈ ആരോഹക്കുട്ടീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ എന്ന് ചോദിക്കുന്ന സമയത്ത് വരുന്ന പേരുകളിൽ സ്ഥിരം പേരുകളാട്ടോ. ചില പേരുകൾ എപ്പോഴും ചേഞ്ച് ആവുകയാണെങ്കിലും ചില പ്ലസും മൈനസൊക്കെ ഉണ്ടാവും. അങ്ങനെ കുട്ടികളുടെ സെക്ഷനൊക്കെ കഴിയാറായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയായിട്ടുള്ള സെറ്റപ്പ് ആണ് ഈ ബാക്കിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ ടീച്ചേഴ്സും സ്റ്റാഫ്സും മാനേജ്മെൻറ്റ് സ്റ്റാഫ്സൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. എല്ലാ കുട്ടികളുടെയും ഫോട്ടോസ് എന്താ വെച്ചാൽ വിഷ്വൽസ് ഫേസ് ക്ലിയർ കിട്ടണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് ഔട്ട് ചെയ്ത് വിടാം കേട്ടോ.
ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാട്ട് കേട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഷേക്കൊക്കെ ചെയ്ത് അവസാനം ഇറങ്ങി. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എല്ലാവരുടെ അടുത്തും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിസ്റ്റർ ബീൻ മാജിക് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് ഒരു പോസ്റ്റർ കണ്ടില്ലേ, അതിൽ ഉണ്ടായിരുന്നു ആരാ വന്നതെന്ന്. എനിക്കിപ്പോൾ പേര് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പോയി കണ്ടോളൂ. അങ്ങനെ ഞങ്ങളുടെ മാഡം, എൻ്റെ മാഡം തിരിച്ചെത്തി അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവസാനം കാണും ഇതേ സൈഡായിട്ട് വന്ന് എനിക്ക് ആകെ ആളെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തന്നെ. പക്ഷെ കെട്ടിപ്പിടിക്കാൻ പോയ സമയത്ത് ആളുടെ ക്യാപ്പ് വീഴണു, ആളുടെ കാർഡ് വീഴണു, കാർഡ് പിടിക്കാൻ പറ്റൂല, മൊമെൻറ്റോ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ വാശി. എന്നിട്ട് ഞാൻ പറഞ്ഞു അവസാനം ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു എങ്ങനെയൊക്കെയോ സമർപ്പിച്ച് എടുത്തു. ഇതാണ് അമ്മയും മോളും. അച്ഛനില്ല കേട്ടോ. അച്ഛനപ്പത്തേക്ക് ആളുടെ മൊമെൻ്റോ സെറമണി കഴിഞ്ഞ ഉടനെ തന്നെ ആൾക്ക് ജോലിക്ക് പോകണുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി പോയി. അടുത്തത് പറഞ്ഞ പോലെ മാജിക് ഷോ തുടങ്ങിയപ്പോൾ തന്നെ പബ്ലിക്കിന്ന് എന്ന് വെച്ചാൽ ഓഡിയൻസിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തെടുത്ത് ഒരു പാട്ടിൽ ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് SKG സ്റ്റുഡൻറ്റിൻ്റെ മമ്മിയുണ്ടെന്ന്. എന്തായാലും ഒരു സന്തൂർ മമ്മിയാട്ടോ. ഒരു കുട്ടീനെയും കൂടി വിളിച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു. മാജിക് ഷോ മുഴുവനും കാണാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഫോട്ടോ കൊണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. എല്ലാവരും കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ടാണ് ഇവിടെ വണ്ടികളും ഇല്ലാത്ത. ഇതൊരു സ്റ്റാഫിൻ്റെ വണ്ടിയാണ് അവിടെ നിൽക്കണം. കുട്ടികളും ആരും തന്നെ ഇല്ല, ഞങ്ങളും മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മെസ്സൊക്കെ വന്നു. മെസ്സിൻ്റെ കൂടെയൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ആളുടെ കയ്യിൽ കാണുന്ന ആ ഫോട്ടോ, നമ്മുടെ തൂക്കി വെച്ചിരുന്ന ഫോട്ടോ ഇല്ലേ, ഹാങ്ങിങ് ആയിട്ട് ഉണ്ടായിരുന്നു. മെസ്സ് പറിച്ചു കൊടുത്തതാട്ടോ. ഞങ്ങളെ പിക്ക് ചെയ്യാൻ അപ്പം വരുന്ന ഗ്യാപ്പിലുള്ള വെയിറ്റിംഗ് ആയിട്ടേ കാണുന്നത്. ആൾക്ക് അവിടെ ഇവിടെ ഓടലും, ഗ്രൗണ്ടിൽ കളിക്കണം, റോട്ടിൽ കളിക്കണം, ആ കാണുന്ന മേടിൽ കളിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു. അവസാനം എന്നെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് അവളെടുത്ത വീഡിയോ ആണ്. എത്രമാത്രം നന്നായിട്ട് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എനിക്കിഷ്ടമായി. ഗായത്രി പ്രമാണിച്ച് ആൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബിരിയാണി മേടിച്ചെടുത്ത് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കാണുന്നത്. പിന്നെ ഞാൻ എന്നെ കളിക്കുന്നുണ്ട്, ഭയങ്കര ടയർഡായിരിക്കുന്നു. വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.